നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. സകലമാന കളികളും കളിച്ച് ഇക്കണ്ട വർഷമൊക്കെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കാമെങ്കിലാണോ ഒരു ക്രിക്കറ്റ് കളി, അതും കണ്ണടച്ച്? ചാണ്ടിജാന് ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ? മൊയ്തീൻ്റെ 12-10 സ്പാനർ പോലെ. State government is committed for the welfare of the physically challenged persons. We are encouraging the cultural activities, the sports activities of physically challenged persons. We are ready to send the persons who want to participate in the international meet from the physically challenged persons. അത് ഏതായാലും നന്നായി. കുനിയാൻ വയ്യാത്ത ശക്തനും ചെവി കേൾക്കാനാകാത്ത കെ സുരേന്ദ്രനുമൊക്കെയുള്ള നാടല്ലേ? So we will do our best to this section. We feel that it is the responsibility of the state. This is not a gratitude, but this is the responsibility of the state government. In future also, we will do our best. The general welfare of the section, and also especially encourage the cultural activities and sports activities. Mr. Rajneesh is doing very good work. He is coordinating all these things. Now they requested the state government for the financial help for this cricket match. The president of the association, Sri Nagesh, requested me to sanction 50 lakhs. But one thing I assure you, we will not allow it to stop this match at any cost. അയ്യോ, അത് വേണോ? ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ പണ്ട് കൊടുത്തവർക്ക് അത് കിട്ടിയോ എന്നുകൂടി അന്വേഷിക്കണ്ടേ? ഇനിയാണ് കളി, കാത്തിരുന്ന കളി. At the same time, we will not let down. We will not allow to meet any financial crisis for you. We will take initiative to give some sponsorship, and we will see to it this tournament will go in a good way. I wish you all success. Thank you. With this word, I declare the first T20 Asia Cup cricket. Thank you very much. സർവ്വലോക കുടിയന്മാരെ ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. നിങ്ങൾക്കായി ഒരു ആസ്ഥാന മന്ദിരം പിറവിയെടുത്തിരിക്കുന്നു. അപ്പോസ്തലൻ വിശുദ്ധ ബാബു തിരുവനന്തപുരത്ത് അത് നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. ബിവറേജ് കോർപ്പറേഷൻ്റെ ഈ ബെവ്കോ ടവർ ആസ്ഥാന മന്ദിരം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ബിവറേജ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഇതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു. ഈ പയ്യൻ പറഞ്ഞില്ലായിരുന്നു നമ്മളിപ്പോൾ തെണ്ടിപ്പോയത്. പ്രതിവർഷം ഏകദേശം 40 ലക്ഷം രൂപ വാടകയ്ക്കാണ് ഈ കെട്ടിടം, ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇതിന് CTP അനുമതി ലഭിച്ചത് 25/3/2013 ഫയർ NOC കിട്ടിയത് 26/3/2013. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ കിട്ടിയത് 5/3/2013. BSNL-മായി കരാർ ഒപ്പിട്ടത് 20/5/2013. നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് 28/5/13. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചില ആക്ഷേപം
പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, ഇത് കന്റോൺമെൻറ്റ് റോഡിലാണ്, പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന റോഡിലാണ്. യഥാർത്ഥം പറഞ്ഞാൽ ഞാനും ഇവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ 3-4 മന്ത്രിമാരും ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെന്ന് മാത്രമല്ല, ഇതിൻ്റെ യാതൊരു നടപടി ആകാതെ ഒരു കല്ലിടം നടന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് അവസാന സമയത്താണ്. അന്ന് ഇതിൻ്റെ ടെൻഡർ ആയിരുന്നില്ല, CTP അനുമതി ലഭിച്ചിരുന്നില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യാതൊരു നടപടിയും ആയിരുന്നില്ലെങ്കിലും ഒരു കല്ലിടൽ നടന്നു. കല്ലിടൽ മാത്രമാണ് നടന്നുള്ളൂ, ബാക്കി ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അപ്പം മുഖ്യമന്ത്രിയെയും ക്ഷണിച്ചിരുന്നില്ല, പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നില്ല. ഇവിടെ ഒരു ചെറിയ ചടങ്ങായി നടത്താനാണ് തീരുമാനിച്ചത്. അത് മാനേജിംഗ് ഡയറക്ടർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായി, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. അത് ഉടനെ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഫൈനൽ NOC കിട്ടിയതിന് ശേഷം മാത്രമേ ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കൂ. അപ്പോൾ ഏതായാലും നടപടിക്രമങ്ങളൊന്നും തെറ്റിച്ച ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കോടിക്കണക്കിന് രൂപ, അതിൻ്റെ കണക്ക് പറഞ്ഞാൽ ഏകദേശം ഈ 84 ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 80,000 കോടി രൂപയാണ് ഈ സ്ഥാപനം ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം പണം ഗവൺമെൻറ്റിലേക്ക് അടച്ച ഒരു സ്ഥാപനത്തിന് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വളരെയേറെ സംഭാവന ചെയ്തിട്ടുള്ള പല വ്യക്തികളും ഇവിടെ ഉണ്ട്. അവരെ എല്ലാവരെയും അവരുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ പേരിൽ ഞാൻ അവരോട് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ പലരും ആക്ഷേപിക്കാറുണ്ട്. എങ്കിലും പല മാസങ്ങളിലും ശമ്പളം കൊടുക്കുന്നതിന് ബിവറേജ് കോർപ്പറേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ശമ്പളം കൊടുക്കാറ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഈ ബിവറേജ് കോർപ്പറേഷൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാൻ ഈ ഗവൺമെൻറ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. DGP ജേക്കബ് തോമസ് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയും. അത് കേട്ട് ആർക്കെങ്കിലും പൊള്ളുന്നെങ്കിൽ അതുണ്ടാവരുത്. കാരണം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായി ഇതിന് സാദൃശ്യമുണ്ടെങ്കിൽ അത് യാദൃശ്യമല്ല, അത് വസ്തുത മാത്രമാണ്, തികച്ചും വസ്തുത. 5 മിനിറ്റോളം സംസാരിക്കണമെന്നാണ് ദിലീപിനോട് പറഞ്ഞത് ഇന്നലെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു 45 മിനിറ്റ് ഞാൻ എന്ത് പറയും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ഒന്ന്, ഞാനിന്ന് 3 കാര്യങ്ങൾ ഈ 45 മിനിറ്റിൽ സംസാരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, മീഡിയയുടെ ഒരു സൈഡിൽ പബ്ലിക് ഉണ്ട്, വേറൊരു സൈഡിൽ ഗവൺമെൻറ്. ഞാൻ കറപ്ഷൻ എന്നുള്ള ആംഗിളിൽ ആ ഒരു സബ്ജക്റ്റിൽ മീഡിയയുടെ ഒരു സൈഡിൽ പബ്ലിക്, മറ്റേ സൈഡിൽ ഗവൺമെൻറ്. അപ്പോൾ മീഡിയ പബ്ലിക്കിൻ്റെ കൂടെയാണോ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണോ അതോ നടുക്ക് ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, കറപ്ഷൻ ആൻഡ് മീഡിയ വിജിലൻസിൽ ഇതിലും മീഡിയ നടുക്ക് എഴുതിയിരിക്കുന്നു. അപ്പം ഈ കറപ്ഷൻ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ കാര്യത്തെ ഡീല് ചെയ്യാൻ, അതായത് വിജിലൻസ് നടത്താൻ മീഡിയയ്ക്ക് സ്കില്ലുണ്ടോ, നോളജ് ഉണ്ടോ, അത് ചെയ്യുന്നതിനുള്ള എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, മീഡിയ ആസ് എൻ എസെൻഷ്യൽ സർവീസ് ഇൻ അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം, അത് എങ്ങനെ നമുക്ക് ആയിത്തീരാൻ പറ്റും. അതുപോലെ UN-ൻ്റെ ഒരു അജണ്ട 2030 ഇപ്പോൾ ഉണ്ട്, 169 ടാർഗറ്റുകൾ അതിലുണ്ട്. അതിൽ കറപ്ഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് UN തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറപ്ഷൻ, അതുപോലെ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൽ മീഡിയ ആസ് എൻ എസെൻഷ്യൽ സർവീസ് എങ്ങനെ ചെയ്യാൻ പറ്റും. ഈ 3 വിഷയങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് ഈ വൈദ്യുതിയും വഴിവിളക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കള്ളന്മാരില്ലായിരുന്നു. ഈ ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു വിഷയം വരുന്നത് പലപ്പോഴും ഡയറക്റ്റ് ഇടപെടേണ്ടി വരുന്നത് ഈ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ അവിടെ കത്തിക്കുത്ത് നടക്കും കള്ളുഷാപ്പിൻ്റെ. അത് ആരാണ് കുത്തുന്നത്, ഈ വർഷം ആരാ കുത്തുകൊള്ളുന്ന ഒരാളാണെങ്കിൽ അടുത്ത വർഷം ആർക്കാണെങ്കിൽ പ്രെഡിക്റ്റബിളാണ് ഏകദേശം. അത് സാധാരണ പത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കും.
പക്ഷേ അന്ന് നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വൈദ്യുതി ഇല്ല, വഴിവിളക്ക് ഇല്ലെങ്കിലും കള്ളന്മാരില്ലായിരുന്നു, വേറെ ക്രൈംസ് ഇല്ലായിരുന്നു. സ്ത്രീകൾക്കന്ന് ഏത് പാതിരാത്രിക്കും ആ നാട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമായിരുന്നു, ഒരു പ്രശ്നമില്ല. കുട്ടികൾക്കും ഒരു പ്രശ്നമില്ല. അന്ന് ആ കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടുത്തെ വിജിലൻസ് നടത്തിയിരുന്നത്. ഇന്ന് സ്ഥിതി എന്താണ്? ഈ കമ്മ്യൂണിറ്റിയിൽ സിവിൽ സൊസൈറ്റി ഉണ്ട്, അതായത് NGOs ഉണ്ട്, കറപ്ഷനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, അതുപോലെ ബിസിനസ് ആൾക്കാരുണ്ട്, നിയമം ലംഘിക്കുന്നവരുണ്ട്. എല്ലാ ആൾക്കാരും ഈ പീപ്പിൾ സൈഡിലാണ്. അപ്പോൾ അവിടെ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ. പൈസ കൊടുക്കുന്നവരും ഇവിടെ തന്നെയാണല്ലോ, ബ്രൈബറി നടത്തുന്നവരും. എന്നാൽ അവർ തമ്മിൽ ഒന്ന് വിജിലൻസ് നടത്തി പ്രശ്നം അവസാനിപ്പിച്ചുകൂടെ? അവിടെ ഈ മോള് പണിയുന്നതിലുള്ള അഴിമതി, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിയുന്നതിനുള്ള അഴിമതി, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്റർ പണിയുന്നതിനുള്ള അഴിമതി, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള അഴുക്ക്, ഈ പൊല്യൂഷൻ ഇത് നിയമങ്ങളൊന്നും നോക്കാതെ പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന ആ പ്രശ്നങ്ങൾ, അതൊക്കെ മീഡിയ കണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ പറയാറുണ്ട് വിജിലൻസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിരിക്കണം എന്നൊക്കെ നിങ്ങളെല്ലാവരും പറയാറുണ്ട്. വിജിലൻസ് സ്വതന്ത്രമായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ ഏജൻസീസ് സ്വതന്ത്രമായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആദ്യമായിട്ട് കറപ്ഷൻ എന്താണെന്ന് നമുക്കറിയാമോ? എന്താണ് കറപ്ഷൻ? സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരാൾ കൈക്കൂലി വാങ്ങിച്ചു, ആട്ടിയോട്ടത്തിൽ ഒരാളെ കയ്യോടെ പിടികൂടി, അല്ലെങ്കിൽ ഇട്ടയാള് 15 ലക്ഷം രൂപ വാങ്ങിച്ചു, അല്ലെങ്കിൽ 1 കോടി വാങ്ങിച്ചു. ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ അപ്പുറത്തേക്കുള്ള കോടികളുടെ നമ്പറിലേക്കൊക്കെയുള്ള ന്യൂസുകൾ, അത് സെൻസേഷനൈസേഷൻ ആണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാണോ അതോ യൂസ് ഇറ്റ് ലൈ ഓർ ട്രൂത്ത് എന്നുള്ളത് കൂടി നമുക്ക് അറിയാത്തൊരവസ്ഥയിൽ നമ്മുടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അബ്യൂസ് ഓഫ് ഇൻട്രസ്റ്റഡ് പവർ ഫോർ പേഴ്സണൽ ഗെയിൻ, ആ ഒരു ഡെഫിനിഷനാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ജനങ്ങള് പവർ കൊടുത്തിരിക്കുന്ന ഒരാൾ അത് ജനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതാണല്ലോ അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി അധികാര ദുർവിനിയോഗം എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ നമുക്ക് പരാതി വിജിലൻസിൽ കിട്ടുന്നതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഉണ്ടാവും. അഴിമതി, സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം. കാരണം അഴിമതിക്ക് ഡെഫിനിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് പറയേണ്ടി വരുന്നത്. പല കാര്യങ്ങളും കുറെ വഞ്ചന എന്നൊക്കെ പറഞ്ഞ് കുറെ വരും. ഡെഫിനിഷൻ. നീതി നടപ്പാക്കുന്നതിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് അഴിമതിയാണ്. ഒരു കോമൺ സർവൻസ് കണ്ടു കഴിഞ്ഞാൽ പ്രിലിമിനറി എൻക്വയറി നടത്തുക, അഴിമതിക്ക് പ്രിലിമിനറി എൻക്വയറി നടത്തുക, 15 ദിവസമാണ് നോർമൽ, അങ്ങേറ്റം 6 ആഴ്ച 42 ദിവസം, 42 ദിവസത്തിനകം FIR രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. സുപ്രീം കോടതിയുടെ അത് ചലഞ്ച് ചെയ്യാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ലോ നൗ. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് അഴിമതിയാണ് എന്നാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗൈൻസ്റ്റ് കറപ്ഷന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ കുറെ വർഷമായിട്ട് ഇത് ചെയ്യുന്നു, ഇവിടെ കറപ്ഷൻ കുറയുന്നില്ല. നമുക്ക് നേരെ ഒരു 180 ഡിഗ്രി തിരിഞ്ഞിട്ട് ഈ കറക്റ്റ് ആൾക്കാരുടെ പുറകെ പോകുന്നതിന് പകരം ഹോണസ്റ്റ് ആൾക്കാരുടെ പുറകെ പോകാം, അവരെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് അവരുടെ നമ്പർ നമുക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റവരുടെ എണ്ണം കുറയ്ക്കാമല്ലോ. ഓപ്പോസിറ്റ് സ്ട്രാറ്റജി. അപ്പൊ അങ്ങനെ ഹോണസ്റ്റ് ആൻഡ് കോമ്പീറ്റന്റ് ഓഫീസേഴ്സ് എത്രയുണ്ട് എന്നുള്ളൊരു സർവേ നടത്താൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 5% എനിക്ക് തയ്ക്കാൻ പറ്റിയില്ല.